ഹായ് ഗായ്സ്, 5 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്റർ ആരംഭിക്കുന്ന പ്രോഗ്രാമാണ് ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം. അപ്പോൾ അടുത്ത വർഷത്തേക്ക്, അതായത് 2027-28 അക്കാഡമിക് ഇയറിലേക്കുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായി സ്ക്രീനിങ് ടെസ്റ്റ് ഒരുക്കിയിരിക്കുകയാണ് ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്റർ. അപ്പോൾ സെപ്റ്റംബർ 13-ാം തീയതിയാണ് സ്ക്രീൻ ടെസ്റ്റ്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു സ്ക്രീൻ ടെസ്റ്റിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ഈ സ്ക്രീൻ ടെസ്റ്റിലേക്ക് ഏറ്റവും അനായാസം രജിസ്റ്റർ ചെയ്യുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി ആദ്യമേ തന്നെ ഒരു ബ്രൗസർ ഓൺ ആക്കി അതിൽ brilliantpala.org എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബ്രില്യൻ പാലയുടെ സൈറ്റിലേക്കുള്ള ലിങ്ക് വന്നിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ബ്രില്യൻ പാലയുടെ ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേജിൻ്റെ ഏറ്റവും താഴെയായിട്ട് കുറച്ച് നീല ബ്ലോക്കുകൾ കാണാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും അവസാനം ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് പേജിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഒരു ലിസ്റ്റ് കാണാം. അതിൽ കോഴ്സസ് എന്ന് പറഞ്ഞ ഓപ്ഷന് മുകളിൽ കഴ്സർ പ്ലേസ് ചെയ്താൽ ഒരു ലിസ്റ്റ് കൂടി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഫൗണ്ടേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കഴ്സർ പ്ലേസ് ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് എന്ന് കാണാൻ സാധിക്കും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ എക്സ്ക്ലൂസീവ് പേജ് എന്ന് പറയുന്നത്. പേജിൻ്റെ താഴേക്ക് പോവുകയാണെങ്കിൽ കോഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ കോഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു ബ്രോഷർ നമുക്ക് കാണാൻ സാധിക്കും. ഇനി പേജിന് മുകളിലേക്ക് തിരികെ എത്തുകയാണെങ്കിൽ പേജിൻ്റെ വലതുവശത്തായി ഒരു ഗ്രീൻ ബോക്സിൽ രജിസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. സോ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. സോ നിങ്ങൾ ഓൾറെഡി ബ്രില്യൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റുഡൻറ്റ് ഐ ഡിയും അതുപോലെ പാസ്വേഡും ഉണ്ട്. ഇവ രണ്ടും ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇൻ കേസ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ സൈറ്റ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് എങ്കിൽ തൊട്ട് താഴെയായി സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സ്റ്റുഡൻറ്റ് നെയിം, നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്, ആ പാസ്വേഡ് ഒന്നും കൂടെ കൺഫേം ചെയ്യണം. ശേഷം ഐ എഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് കൊടുത്തിരിക്കുന്നതിൻ്റെ സൈഡിലുള്ള ഒരു സ്ക്വയർ ബോക്സിൽ ടിക്ക് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റർ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ഫോൺ നമ്പർ അതുപോലെ മെയിൽ ഐ ഡി ഇത് രണ്ടും കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. കാരണം തൊട്ടടുത്ത സ്റ്റെപ്പിൽ ഈ രണ്ട് കാര്യങ്ങളിലേക്കും ഒരു OTP വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ക്വയർ ബോക്സ് നമ്മൾ ടിക്ക് ചെയ്തു. ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്ത ആ ഒരു മെയിൽ ഐ ഡിയിലേക്കും അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്കും ഒരു OTP വന്നിട്ടുണ്ട്. ആ ഒരു OTP ഈ ഒരു പേജിൽ എൻ്റർ ചെയ്യുക. യെസ്, അങ്ങനെ നമ്മൾ ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായി ഇപ്പോൾ ഉള്ള പേജിൻ്റെ സെൻറ്ററിലുള്ള മൈ കോഴ്സസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ അടുത്ത പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു പോപ്പപ്പ് വിൻഡോ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു ബോക്സിനുള്ളിലായിട്ട് സെലക്ട് ക്ലാസ് സ്റ്റഡിയിങ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വിവിധ ക്ലാസ്സുകളിലുള്ള വിദ്യാർത്ഥികൾക്കായി ഫൗണ്ടേഷൻ പ്രോഗ്രാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് എന്നുള്ളത് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ അടുത്തതായി 7ാം ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത് എങ്കിൽ ഫോർ അഡ്മിഷൻ ഇൻ ക്ലാസ് 7 എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത ആ ഒരു ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൽ നമ്മൾക്കുള്ള കോഴ്സുകളുടെ ഒരു ലിസ്റ്റാണിത്. ബ്രില്യൻ ട്യൂഷൻ ക്ലാസ്സസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ സ്ക്രീനിങ് ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ആ രണ്ടാമത്തെ ഓപ്ഷനായ ഫൗണ്ടേഷൻ സ്ക്രീനിങ് ടെസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ അടുത്ത പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും സ്ക്രീൻ ടെസ്റ്റ് ഫോർ ഫൗണ്ടേഷൻ കോഴ്സ് ക്ലാസ് 7 വേണ്ടിയുള്ളത് 2027-28 അധ്യയന വർഷത്തിലേക്ക്. അപ്പോൾ അതിന് തൊട്ട് നേരെയായിട്ട് അപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അടുത്ത ഒരു പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കോഴ്സിനെ പറ്റിയുള്ള കുറച്ചധികം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഡ്യൂറേഷൻ, ആപ്ലിക്കേഷൻ പീരീഡ്, അതുപോലെ ടെസ്റ്റ് ഡേറ്റ് എന്നിവ. പേജിന്റെ വലതുവശത്തായിട്ട് സെലക്ട് സിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കേരളത്തിൽ ഉടനീളമുള്ള ഈ ഒരു സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടി ബ്രില്യൻ തയ്യാറാക്കിയിരിക്കുന്ന സെന്ററുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സെന്റർ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കോട്ടയം എന്ന സെന്ററാണ് ചൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് സെലക്ട് സെന്റർ എന്ന് ഉള്ള ഒരു ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള വിവിധ എക്സാമിനേഷൻ സെൻറ്ററുകൾ ചങ്ങനാശ്ശേരിയുണ്ട്, കാഞ്ഞിരപ്പള്ളി, കോട്ടയം, മാന്നാനം, പാല. ഓക്കെ, ഞാനിവിടെ ഫോർ എക്സാമ്പിൾ പാലയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തീയതി, നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള സെൻറ്റർ, അതുപോലെ എക്സാമിൻ്റെ ഡേറ്റ്, പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പേജിൻ്റെ വലതുവശത്തായി പേയ്മെൻറ്റ്സ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളോട് സൈറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായി OK എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
യെസ്, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത്. നേരത്തെ നമ്മൾ എൻ്റർ ചെയ്ത പോലെ നമ്മളുടെ പേരും ഫോൺ നമ്പരും മെയിൽ ഐ ഡിയും ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കി എന്തെല്ലാമാണ് നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ വേണ്ടത് നോക്കാം. ആദ്യമേ തന്നെ നിങ്ങളുടെ ജെൻഡർ, മെയിൽ, ഫീമെയിൽ, അതേഴ്സ്, അതിലേതാണ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാം. അതിൻ്റെ തൊട്ട് താഴെയായി ഡേറ്റ് ഓഫ് ബർത്ത്, അതിന് നേരെ കാറ്റഗറി, പിന്നെ ഫാദേഴ്സ് നെയിം, ഫാദേഴ്സ് ഒക്യുപ്പേഷൻ, മദേഴ്സ് നെയിം, മദേഴ്സ് ഒക്യുപ്പേഷൻ, ഫാദേഴ്സ് ഫോൺ നമ്പർ, മദേഴ്സ് ഫോൺ നമ്പർ, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുൻപ് പഠിച്ച സ്കൂളിൻ്റെ പേര്, പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇമെയിൽ. ഇനി പേജിൻ്റെ വലതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. അവിടെ നിങ്ങളുടെ ഹൗസ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് നെയിം, പ്ലേസ് അല്ലെങ്കിൽ സ്ട്രീറ്റ്, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, പിൻകോഡ്, കൺട്രി, ദാറ്റ് ഈസ് ഇന്ത്യ. ഓക്കെ, ഇത് കൂടാണ്ട് പേജിൻ്റെ ഒരു അപ്പർ ലെഫ്റ്റ് കോർണറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സർക്കിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സർക്കിളിൽ നിങ്ങളുടെ ഒരു പിക്ചർ, ഒരു പ്രൊഫൈൽ പിക്ചറാണ് നമുക്ക് അവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആ പ്രൊഫൈൽ പിക്ചർ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു വലിയ സർക്കിളിൻ്റെ കോർണറിലായിട്ട് ഒരു ചെറിയ ഡാർക്ക് ബ്ലൂ സർക്കിൾ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. യെസ്, ഇപ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതെല്ലാം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എഗ്രി കൊടുക്കുക. എഗ്രി കൊടുക്കുമ്പോൾ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ആ അപ്ലോഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫയൽ ഫോൾഡറിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായി നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു പിക്ചർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ കാൻഡിഡ് ആയിട്ടുള്ള സെൽഫി പോലുള്ള പ്രൊഫൈൽ പിക്ചറുകളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാസ്പോർട്ട് സൈസ് രീതിയിലുള്ള ഒരു പിക്ചറാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ പിക്ചർ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. സോ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ഫിനിഷ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമ്മുടെ പേജിൻ്റെ റൈറ്റ് ബോട്ടം കോർണറിലുണ്ട്. ഫിനിഷ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. നമ്മൾ മറ്റൊരു പേജിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു പേജിൻ്റെ വലതുവശത്തായി മേക്ക് പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന് മുമ്പായി നിങ്ങൾക്ക് താഴെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ക്രീൻ ടെസ്റ്റിൻ്റെ ഫീയും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, മനസ്സിലാക്കിയതിന് ശേഷം മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി പേ ഓൺലൈൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പേ നൗ എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. സോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈസ് ബസ് അതുപോലെ റേസർ പേ, ഈ രണ്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന UPI പേയ്മെൻറ്റ്സ് ആയിക്കോട്ടെ, കാർഡ് പേയ്മെൻറ്റ്, നെറ്റ് ബാങ്കിങ്, ഏത് രീതിയിലൂടെ നിങ്ങൾക്ക് വളരെ അനായാസം ഈ ഒരു പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീൻ ടെസ്റ്റിനായി രജിസ്റ്റേർഡ് ആയി എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ മറക്കണ്ട, സെപ്റ്റംബർ 13-ാം തീയതിയാണ് എക്സാം വരുന്നത്. എക്സാം എഴുതാൻ തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.